അടുത്ത ചോദ്യം 0, 6, 24, 60 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 0, 6, 24, 60 അടുത്ത സംഖ്യ ഏത്? നമുക്ക് 0ത്തെ 0 × 6 എന്ന് എഴുതാം. 6നെ 1 × 6 എന്ന് എഴുതാം. 24നെ 4 × 6 എന്ന് എഴുതാം. 60നെ 10 × 6 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 6ന്റെ ഗുണിതങ്ങൾ ഇവിടെ 0, 1, 4, 10. അപ്പൊ ഡിഫറൻസുകൾ നോക്കുമ്പോൾ ഇവിടെ 0 ആണ് ഫാക്ടർ ആയി വന്നിട്ടുള്ളത്, ഇവിടെ 1 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 10 ആണ്. അത് എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നത്? ഡിഫറൻസുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1, 3, 6 അല്ലെ. അപ്പൊ ഇവിടെ അടുത്തത് വരിക ഡിഫറൻസുകൾ നോക്കുമ്പോൾ ഇവിടെ 2, ഇവിടെ 3, അടുത്ത ഇവിടെ 4 വരണം. അതായത് 6ന്റെ കൂടെ 4 കൂട്ടിയാൽ 10. അപ്പൊ 10, 10, 20. ഇവിടെ വരേണ്ടത് 20 × 6 ആയിരിക്കും. ഇരുപത് × 6 120. അപ്പൊ ഇവിടെ വരുന്നത് 120. ഓപ്ഷൻ സി ആണെന്ത് ആൻസർ. അടുത്ത ചോദ്യം 1/1/2015 വ്യാഴാഴ്ചയാണെങ്കിൽ 1/1/2020 ഏത് ദിവസമാണ്? 1/1/2015 വ്യാഴാഴ്ചയാണ്, വ്യാഴം. അങ്ങനെയാണെങ്കിൽ 1/1/2020 ഏതാണ് ദിവസം? ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് 1/1/2015 മുതൽ 1/1/2020 വരെ ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട് നോക്കണം. എന്നിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡർ എത്രയാണെന്ന് നോക്കണം. റിമൈൻഡർ വ്യാഴത്തിന്റെ കൂടെ കൂട്ടണം. അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ്. അപ്പൊ നമ്മൾ 2017 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2016 ഉണ്ട്, അടുത്ത വർഷം 2017 ഉണ്ട്, 2018 ഉണ്ട്, 2019 ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് 2020. അപ്പോൾ ഓരോ വർഷവും 365 ദിവസമുള്ളത്. ഓരോ വർഷം 365 ദിവസമുള്ളത്. 365നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വരിക 1 ആണ്. റിമൈൻഡർ 1 വരിക. പക്ഷേ ഇവിടെ 2016 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയറിൽ 366 ദിവസം ഉണ്ടാവും. അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരും. ഓക്കെ. അപ്പൊ നമ്മൾ ഓരോ വർഷത്തിലുള്ള 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡറൈസ് ചെയ്താണ്. അത് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയാം. ഓഡ് ഡേയ്സ് 2016 ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഇവിടെ 2 ഓഡ് ഡേയ്സ് ഉണ്ടാവും. 2017 1, 2018 1, 2019 1. ഓക്കെ. പിന്നെ 2020 അതിലും 1. അപ്പോ ഇവിടെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 ഓഡ് ഡേയ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ കൂടെ 6 ഡേയ്സ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 1/1/2020 ദിവസം കിട്ടും. അപ്പൊ വ്യാഴം കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. ഇവിടുത്തെ ദിവസം ഏതാണ്? ബുധനാഴ്ചയാണ്, ബുധൻ. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം 1/3 1/2 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? 1/3 1/2 ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ ഇടയിലുള്ള ഭിന്നസംഖ്യ. അപ്പൊ നമുക്ക് 1/3നെ മുകളിലും താഴെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? 10/30 എന്ന് എഴുതാം. അതേപോലെ തന്നെ 1/2നെ മുകളിലും താഴെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10/20 എന്ന് എഴുതാം. ഇതിന്റെ ഇടയിലുള്ള സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10/25 പറ്റും, 10/26 പറ്റും, 10/24 പറ്റും. എല്ലാം ഇതിന്റെ ഇടയിലുള്ള സംഖ്യ തന്നെയാണ്. ഓക്കെ. അപ്പോ 10/25നെ 5 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 5 വരും, ഇവിടെ 2 വരും. അപ്പൊ നമുക്കിതിനെ 2/5 എന്ന് എഴുതാം. അപ്പോ 1/3ന്റെയും 1/2ന്റെയും ഇടയിലുള്ള നമ്പറാണ് 2/5. 2/5. ഓക്കെ. നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഒരു ജോലി ചെയ്യുന്നതിന് 20 ആളുകൾക്ക് 6 ദിവസം വേണം എങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? എന്താണ് പറഞ്ഞത്? 20 ആളുകൾക്ക് എത്ര ദിവസം വേണം? 6 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? എക്സ് ഡേയ്സ്. അപ്പൊ നമുക്ക് എത്ര ദിവസം വേണം? എക്സ് ആണ് കാണുന്നത്.
അപ്പോൾ ഇത് N1ഉം ഇത് D1ഉം ഇത് N2ഉം ഇത് D2ഉം ആക്കി എടുത്താൽ നമുക്കറിയാം N1 D1 ഈക്വൽ ടു N2 D2 ആണ്. നമുക്ക് D2 ആണ് ഇതിൽ കാണേണ്ടത്. N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേഴ്സൺ ഫസ്റ്റ് കേസ് 20. D1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ അവരെടുക്കുന്ന ഡേയ്സ്, വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം. N2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസിലെ നമ്പർ ഓഫ് പേഴ്സൺ. D2 എന്ന് പറഞ്ഞാൽ അവർ വർക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഇവിടെ D2 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? N1 D1 ബൈ N2 എന്ന് എഴുതാം. N1ന്റെ സ്ഥാനത്ത് 20, D1ന്റെ സ്ഥാനത്ത് 6 ബൈ N2 എന്ന് പറയുമ്പോൾ 8. ഇപ്പൊ 20നെ 8നെയും 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. വീണ്ടും 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 വരും, ഇവിടെ 5 വരും. 2ഉം 6ഉം വെട്ടിയാൽ ഇവിടെ 3 വരും. 3 × 5 15. അപ്പൊ എത്ര ദിവസം കൊണ്ട് അവർ പണി തീർക്കുക? 15 ദിവസം കൊണ്ട്. ഓപ്ഷൻ എ 15. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 40 ആയാൽ മൂന്നാമത്തെ പദം കാണുക. ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A1, A2, A3, A4, A5 ഇതാണ് സമാന്തര ശ്രേണി. ഇതിൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എസ് സം ഓഫ് 5 ടേംസ് എത്രയാണ്? 40 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പദം A3 ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പദം A3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമാന്തര ശ്രേണിയുടെ ജനറൽ ടേം എന്താ? AN ഈക്വൽ ടു A പ്ലസ് N-1 ഇൻറ്റു D ആണ് അല്ലെ? അപ്പൊ A3നെ നമുക്ക് എന്ത് ചെയ്താം? A1 ഫസ്റ്റ് ടേം പ്ലസ് 3 മൈനസ് N-1 എന്ന് പറയുമ്പോൾ 3 മൈനസ് 1 2D. ഇതാണ് A3. അപ്പൊ നമുക്ക് ഇതാണ് കാണേണ്ടത്. അപ്പൊ അതിന് നമുക്ക് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 40 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സം ഓഫ് n ടേംസ് 2n/2 ഇൻറ്റു 2a പ്ലസ് N-1 ഇൻറ്റു D ആണ്. അപ്പൊ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 5 കൊടുത്താൽ 5/2 ഇൻറ്റു 2a1 പ്ലസ് N-1 എന്ന് പറയുമ്പോൾ 5 - 1 4D ഈക്വൽ ടു 40. ഈ 2നെ ഇതുകൊണ്ട് വെട്ടിയാൽ ഇവിടെ ഈ 2 പോവും. ഈ 4നെ 2 കൊണ്ട് വെട്ടിയാൽ പിന്നെ ഇവിടെ 2 ഉണ്ടാവും അല്ലെ? അപ്പൊ എന്തായി? 5 ഇൻറ്റു A1 പ്ലസ് 2D ഇൻറ്റു ഈക്വൽ ടു 40. ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ A1 പ്ലസ് 2D ആണെന്ത്? 40/5. എത്ര കിട്ടുക? 40/5 8. നോക്കൂ, ഇവിടെ A1 പ്ലസ് 2D അതല്ലേ നമുക്ക് കണ്ടത്? A1 പ്ലസ് 2D ആണെന്ത്? A3. അതാണ് നമുക്ക് 8 എന്ന് കിട്ടിയത്. അപ്പൊ മൂന്നാമത്തെ പദം എത്രയാണ്? 8. അപ്പൊ ഓപ്ഷൻ ഡി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം 6 സെന്റിമീറ്റർ ആയാൽ പരപ്പളവ് കാണുക. ഒരു സമചതുരം എന്ന് പറയുമ്പോൾ നീളവും വീതിയും ഒക്കെ തുല്യമായിട്ടുള്ള ചതുരമാണ് സമചതുരം. എ എ എ എ. ഇതിന്റെ വികർണത്തിന്റെ നീളം അതായത് ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? ഡി 6 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് കാണുക. ഏരിയ എന്ന് പറഞ്ഞാല് നീളം ഇൻറ്റു വീതി A². നമുക്ക് A² ആണ് കാണേണ്ടത്. A² കാണാനപ്പോൾ നമ്മൾ ആദ്യം A കാണണം. അപ്പൊ നമുക്ക് അതിന് ആകെ തന്നിട്ടുള്ളത് ഡയമീറ്റർ 6 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മട്ടത്രികോണായിട്ട് ഇത് എടുത്താൽ ഇത് കർണാണ് ഡയമീറ്റർ. ഇത് പാദം, ഇത് ലംബം അല്ലെ? അപ്പൊ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് D² ഈക്വൽ ടു A² പ്ലസ് A² എന്ന് എഴുതാം. ഇതാണ് 2A². അപ്പൊ D എന്ന് പറഞ്ഞാൽ √2A ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? √2A ആണ്. എപ്പോഴും ഇത് തന്നെ ആയിരിക്കും ഒരു സമചതുരത്തിന്റെ ഡയമീറ്റർ. അപ്പോൾ ഇതിന്റെ വില തന്നിട്ടുണ്ട്. എത്ര? 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് A കണ്ടൂടെ? A ഈക്വൽ ടു എന്തായി? √2നെ അങ്ങോട്ട് കൊണ്ടായാൽ 6/√2 ആണ്. അപ്പൊ എന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഏരിയ അല്ലേ കണ്ടത്? ഏരിയ എന്ന് പറഞ്ഞാൽ A² ആണ്. ഏരിയ ഈക്വൽ ടു A² എന്ന് വെച്ചാൽ 6/√2ന്റെ സ്ക്വയർ. R² എന്ന് പറയുമ്പോൾ 36/√2ന്റെ സ്ക്വയർ 2. 36/2 18. ഏരിയ എത്രയാണ്? 18. ഓപ്ഷൻ സി ആണെന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 36/36 റേസ് ടു
0.5 എത്ര? 36 ഡിവൈഡഡ് ബൈ 36 റേസ് ടു 0.5 എന്ന് വെച്ചാൽ 36 ബൈ 36 റേസ് ടു 0.5 എന്ന് പറയുമ്പോൾ 1/2. ദാറ്റ് ഈസ് 36 ബൈ 36 റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ റൂട്ട് 36. ദാറ്റ് ഈസ് 36 ബൈ റൂട്ട് 36 എത്ര? 6. 36 ബൈ 6 എത്ര? 6. നമ്മൾ ആൻസർ 6 ആണ്, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? നമുക്കറിയാം ഒരു ക്ലോക്കിൽ 12 സംഖ്യകളുള്ളത്. 12 ഇവിടെ വരും, 6, 9, 3, 1, 2 ഇവിടെ വരും, 4, 5 ഇവിടെ വരും, 7, 8 ഇവിടെ വരും, 10, 11 ഇവിടെ വരും. ഇങ്ങനെയാണ് സംഖ്യകൾ. അപ്പോൾ ഈ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? സമഭുജ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണം ഉണ്ടാക്കാൻ നമുക്ക് 3 സംഖ്യകളാണ് വേണ്ടത്. 3 സംഖ്യകൾ ഒരു ത്രികോണം ഉണ്ടാക്കാൻ. 3 സൈഡ് ഉണ്ടാവുകൊണ്ട് 3 സംഖ്യകൾ വേണം. ആകെ എത്ര സംഖ്യകളുണ്ട് ഇവിടെ? 12 സംഖ്യകളുണ്ട്. അതിൽ ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര സംഖ്യകൾ വേണം? 3 ആണ്. അപ്പോൾ ഇങ്ങനെ സമഭുജ ത്രികോണം ഉണ്ടാക്കാൻ എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? 12/3 എത്ര? 4 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 20% 480ന്റെ 60%ത്തിന് തുല്യമാണെങ്കിൽ സംഖ്യ കാണുക. എന്താ പറഞ്ഞുള്ളത്? ഒരു സംഖ്യയുടെ 20% എന്ന് വെച്ചാൽ ഒരു സംഖ്യ എക്സ് ആക്കി എടുത്തു, ഇതിന്റെ 20%, ഇതിന്റെ 20% എന്ന് പറയുമ്പോൾ 20/100. ഇത് എന്തിന് തുല്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 480ന്റെ 60%ത്തിന് തുല്യം. അപ്പൊ 480ന്റെ 60% എന്ന് പറഞ്ഞാൽ 480 × 60/100 ആണ്. ഇതാണ് 480ന്റെ 60%. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഖ്യ കാണണം, എക്സ് കാണണം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള 100 100 എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഈ 20നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എക്സ് ഈക്വൽ ടു 480 × 60/20. ഈ 0യും 0യും വെട്ടി 6ൽ എത്ര 2 ഉണ്ട്? 3. അപ്പോൾ 480 × 3 ആണ് വരിക. 480 × 3 എത്ര കിട്ടും? 1440. അപ്പോൾ എക്സിന്റെ വില 1440. അപ്പോൾ നമ്മുടെ സംഖ്യ എത്രയാണ്? 1440. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു സ്ഥാപനത്തിലെ 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000 ആണ്. മാനേജറുടെ ശമ്പളം 10000 ആയാൽ 20 പേരുടെ ശരാശരി ശമ്പളം എത്ര? അപ്പോൾ ഒരു സ്ഥാപനത്തിൽ 19 ജോലിക്കാരുണ്ട്. ഈ 19 ജോലിക്കാരുടെ ശരാശരി സാലറി എന്ന് പറയുന്നത്, ശമ്പളം എന്ന് പറയുന്നത് 5000 ആണ്. പിന്നെ ഒരു മാനേജർ ഉണ്ട്, മാനേജറുടെ സാലറി എന്ന് പറയുന്നത് 10000 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 19 ജോലിക്കാരതും മാനേജറെയും സാലറിയുടെ ശരാശരിയാണ് നമുക്ക് കാണേണ്ടത്, ശരാശരി ശമ്പളം. അപ്പൊ മാനേജറും 19 ജോലിക്കാരും കൂടി ചേർന്നാൽ ആകെ എത്ര പേരായി? 20 പേരായി. ഈ 20 ആളുകളുടെ ശരാശരി ശമ്പളമാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പൊ അത് എക്സ് ആക്കി എടുത്താൽ അതാണ് നമുക്ക് കാണേണ്ടത്. ദാറ്റ് ഈസ്, നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സാലറീസ് അല്ലെങ്കിൽ ടോട്ടൽ സാലറി. ഓക്കെ, ഡിവൈഡ് ബൈ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞാൽ 20 ആളുകളുടെയും സാലറി ഡിവൈഡ് ബൈ 20. ഇതാണ് നമുക്ക് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞാൽ 19 ആളുകളുടെ ടോട്ടൽ സാലറി പ്ലസ് മാനേജറുടെ സാലറി അല്ലെ. അപ്പൊ 19 ആളുകളുടെ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞാൽ 19 × 5000 ആണ്, പ്ലസ് മാനേജറുടെ സാലറി 10000 ഡിവൈഡ് ബൈ എത്ര പേരുണ്ട്? 20 ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇതാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ 19 × 5000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 95000 കിട്ടും. 95000 പ്ലസ് 10000 ഡിവൈഡ് ബൈ 20. 95000 10000 ചേർത്താൽ 1,50,000 അല്ലെ. 1,50,000. അത് 0 0 0 0 0 0 0 0 0
0,5,5 9 1 10. അപ്പോൾ 1,50,000 ഡിവൈഡ് ബൈ 20. 0 0 വെട്ടിക്കളഞ്ഞാൽ പിന്നെ 2 ആണ് ഇവിടെ ഉള്ളത്. 2 കൊണ്ട് വെട്ടിയാൽ 10 5 500 250. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ 5,250 രൂപയാണ് ആവറേജ് സാലറി. അപ്പോൾ നമ്മൾ ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ABCD EGIK FGIII ഡാഷ് പൂരിപ്പിക്കാനാണ്. ABCD EGIK ആയാൽ FGHI ഡാഷ്. അതായത് ഇവിടെ ABCDനെ എങ്ങനെയാണോ ഇവിടെ കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും FGHIനെ ഇവിടെ കൂടിയ. ഇവിടെ എനെ ഇയിലേക്കാണ് കൂടിയിട്ടുള്ളത് അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ ABCD എഴുതുകയാണെങ്കിൽ ABCD തൊട്ടടുത്ത ലെറ്റർ ഇ, പിന്നെ എഫ് ഉണ്ട്, എഫ് വന്നില്ല, ജി വന്നു, പിന്നെ എച്ച് ഉണ്ട്, എച്ച് വന്നില്ല, പിന്നെ ഏതാണ് ഐ വന്നു, പിന്നെ ജെ ആണ്, ജെ വന്നില്ല, പിന്നെ ഏതാ വന്നത്, കെ ആണ് വന്നത്. അതായത് ABCD കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇടപെട്ടിട്ടുള്ള ലെറ്റേഴ്സ് ആണ് കോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ FGHI കഴിഞ്ഞാലുള്ള 4 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ FGHI ജെ വരും, കെ വരില്ല, എൽ വരും, എം വരില്ല, എൻ വരും, FGHI ജെ കെ എൽ എം എൻ, ഒ വരില്ല, പി വരും. അപ്പോൾ FGHI ജെ കെ എൽ എം എൻ ഒ പി അല്ലേ? അതായത് ഒന്നിടട്ടുള്ള ലെറ്റേഴ്സ് ആണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. ജെ എൽ എൻ പി. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 15,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരികെ ലഭിക്കും? അപ്പോ ഒരാള് ഒരു ബാങ്കിൽ 15,000 രൂപ നിക്ഷേപിച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് 10%. കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണ്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് ടോട്ടൽ എത്ര രൂപ തിരിച്ചു കിട്ടുന്നതാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15,000ന്റെ 10% എന്ന് വെച്ചാൽ 1,500 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10%, അതായത് 15,000ന്റെ 10%, അതായത് 1,500 രൂപ ഉണ്ടാവും. പ്ലസ് അതിന്റെ കൂടെ ഒന്നാം വർഷത്തെ പലിശയുടെ പലിശ ഉണ്ടാവും. കാരണം കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കാണ്. അപ്പോൾ ഈ 1,500ന്റെ 10% 150. അപ്പോൾ എത്ര കിട്ടുക? ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഒന്നാം വർഷവും രണ്ടാം വർഷത്തെയും ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,500 പ്ലസ് 1,500 3000, 3000 പ്ലസ് 150 3,150 രൂപ ഉണ്ടാവും ടോട്ടൽ. ഓക്കെ. അപ്പോൾ ഇതിന്റെ കൂടെ മുതലും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? അയാൾക്ക് 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന തുകയായി. അപ്പോൾ 15,000 പ്ലസ് 3,150 എന്ന് പറയുന്നത് 18,150 രൂപയാണ്. 18,150 രൂപ. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ട്രെയിൻ എന്ന വാക്ക് IRNAT എന്ന് എഴുതിയാൽ ട്രക്ക് എന്ന വാക്ക് ഏത് രീതിയിൽ എഴുതാം? ട്രെയിൻ എന്ന വാക്ക് എങ്ങനെ എഴുതിയിട്ടുള്ളത്? IRNAT എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രക്ക് TRUCK ഇതെങ്ങനെ എഴുതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ട്രെയിനിനെ എങ്ങനെ കോഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ആദ്യത്തെ അക്ഷരം അവസാനത്തേക്ക് വന്നു, രണ്ടാമത്തെ ലെറ്റർ അതുപോലെ ഇറക്കി എഴുതി, എ സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിലേക്ക് വന്നു, ഐ ഫസ്റ്റ് ലെറ്ററിലേക്ക് വന്നു, എൻ എന്ന് പറയുന്നത് മിഡിലേക്ക് വന്നു.
അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ വരിക. ടി അവസാനത്തെ ലെറ്ററിലേക്ക് പോവും. രണ്ടാമത്തെ ലെറ്റർ അതുപോലെ എഴുതും. മൂന്നാമത്തെ ലെറ്റർ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ ആയിട്ട് വരും. നാലാമത്തെ ലെറ്റർ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരും. അവസാനത്തെ ലെറ്റർ മിഡിൽ ലെറ്റർ ആയിട്ട് വരും. അപ്പൊ നമ്മളെ റിസൾട്ടന്റ് കോഡ് എന്ന് പറയുന്നത് CRKUT. CRKUT. ഓപ്ഷൻ ഡി ആണെന്ന് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഉണ്ണിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 5ഉം ഉമയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18ഉം ആയാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? അപ്പൊ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുള്ളത്. 40 കുട്ടികൾ. ഇതില് ഉണ്ണിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 5-മതാണ്. പിന്നെ ഉമയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18-മത്താണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിയുടെയും ഉമയുടെയും ഇടയിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഉണ്ണിയുടെ പിറകിൽ 4, പിന്നെ ഉണ്ണി. അപ്പൊ ഇവിടെ ടോട്ടൽ 5 പേര് ഇവിടെ ഉണ്ണി അടക്കമുണ്ട്. ഇവിടെ ഉമയുടെ പിറകിൽ 17 പേരുണ്ട്. ഉമ അടക്കം ഇവിടെ 18 പേരുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര പേരായി? 18ഉം 5ഉം 23 പേര് ഉണ്ണി ഈ 2 ഭാഗത്തായിട്ട് വന്നു. അപ്പൊ ടോട്ടൽ 40 പേരാ. 40-ൽ നിന്ന് 23 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 17 പേര്. അപ്പൊ ഉണ്ണിയുടെയും ഉമയുടെയും ഇടയിൽ എത്ര പേരുണ്ട്? 17 പേര്. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. അരുണിന്റെ അച്ഛൻ രമയുടെ സഹോദരനാണ്. അതായത് ഇവിടെ അരുൺ ഉണ്ട്. അരുണിന്റെ അച്ഛനാണിത്. അരുണിന്റെ അച്ഛൻ ആരുടെ സഹോദരനാണ്? രമയുടെ സഹോദരനാണ്. അപ്പൊ ഇവിടെ രമയുണ്ട്. രമയുടെ സഹോദരനാണ് അരുണിന്റെ അച്ഛൻ. എങ്കിൽ രമ അരുണിന്റെ ആരാണ്? രമ അരുണിന്റെ ആരാ? അമ്മായി അല്ലേ? അച്ഛന്റെ സഹോദരിയെ നമ്മൾ അമ്മായി എന്നല്ല പറയാറ് അല്ലെ? അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. 50 മൈനസ് ബ്രാക്കറ്റിനകത്ത് 10 + 3 - 2 × 4 ഡിവൈഡ് ബൈ 5. 50 മൈനസ് 10 + 3 - 2 × 4 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ 5. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രാക്കറ്റിനകത്തുള്ളതാണ്. ബ്രാക്കറ്റിനകത്ത് തന്നെ ആദ്യം ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ 2 × 4 8 വരും അല്ലെ? 10 + 3 13 - 8 13 8 പോയാൽ 5. അപ്പൊ ബ്രാക്കറ്റിനകത്ത് എത്ര വരിക? 5 വരും. അപ്പൊ 5 ഡിവൈഡ് ബൈ 5 1 വരും. ഇത് വെട്ടിപ്പോയാൽ ഇവിടെ എന്താ വരിക? 1. ഓക്കെ, അപ്പോ 50 - 1 എത്ര വരിക? 49. അപ്പൊ നമ്മളെ ആൻസർ ഓപ്ഷൻ ബി 49. അടുത്ത ചോദ്യം. ഒരു പ്രത്യേക ദിശയിൽ നടക്കാൻ ആരംഭിച്ച ഒരാൾ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞു നടന്നു. പിന്നീട് വലത്തേക്ക് തിരിഞ്ഞു നടന്നപ്പോൾ സൂര്യാസ്തമയം കണ്ടെങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ ദിശ ഏത്? സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ്. സൂര്യൻ അസ്തമിക്കുന്നത് എവിടെയാണ്? പടിഞ്ഞാറ്. ഓക്കെ, അപ്പോ അദ്ദേഹം അവസാനമായിട്ട് നടക്കുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പൊ അദ്ദേഹം ഇവിടുന്നാണ് നടത്തം സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഒരു പ്രത്യേക ദിശയിൽ നടക്കാൻ ആരംഭിച്ച ഒരാൾ ഈ ദിശയിൽ നടക്കാൻ ആരംഭിച്ചു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞു. ഇടത്തേക്ക് തിരിയാന്ന് പറയുമ്പോൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു. പിന്നീട് വലതു ഭാഗത്തേക്ക് തിരിഞ്ഞു നടന്നു. ഓക്കെ, ഇങ്ങനെ നടന്നപ്പോൾ സൂര്യാസ്തമയം കണ്ടു. അപ്പൊ അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നടക്കുന്നത് എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ യാത്ര തുടങ്ങിയ ദിശ ഏത്? യാത്ര ഈ ദിശയിലാണ് തുടങ്ങിയത്. പടിഞ്ഞാറ് ദിശയിൽ തന്നെയാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ ഓപ്ഷൻ എ പടിഞ്ഞാറ് ദിശയിലാണ് യാത്ര തുടങ്ങിയത്. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിലെ സമയം അതിന്റെ എതിർവശത്തിരിക്കുന്ന കണ്ണാടിയിൽ 3:30 ആയി തോന്നുന്നു എങ്കിൽ യഥാർത്ഥ സമയം എത്ര? ഒരു ക്ലോക്കിലെ സമയം കണ്ണാടിയിൽ കാണുന്നത് നമുക്ക്
3:30 അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സമയം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് യഥാർത്ഥ മിററിൽ കണ്ട സമയം കുറച്ചാൽ മതി. 3:30 കുറക്കാം. 0 പോയാൽ 0, 6 3 പോയാൽ 3, 11 3 പോയാൽ നമുക്ക് എത്ര കിട്ടുക? 8 കിട്ടുക. അപ്പോൾ 8:30 യഥാർത്ഥ സമയം. ഓപ്ഷൻ സി.